സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ പ്രസ് മീറ്റിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചത് അവരുടെ വൈസ് പ്രസിഡന്റായ ജയൻ ചേർത്തല എന്ന നടനാണ്. ജയന് പ്രധാനമായും പറയാനുണ്ടായിരുന്നത് ഹേമ കമ്മീഷൻ പരാമർശിച്ച സിനിമാ മേഖലയിലെ വേതന കാര്യത്തെക്കുറിച്ചാണ്. സ്ത്രീകൾക്കെതിരെ നടന്ന പീഡനവും ചൂഷണവുമൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹം പ്രധാനമായും സംസാരിച്ചത് ഈ വേതനത്തെക്കുറിച്ചാണ്. ലാലേട്ടൻ്റെ പടത്തിന് ആൾ ഇടിച്ചു കയറും, എൻ്റെ പടം എൻ്റെ ഭാര്യ പോലും ഫസ്റ്റ് ഡേ കാണാറില്ല, എന്നിട്ട് ലാലേട്ടൻ വാങ്ങിക്കുന്ന കോടികൾ എനിക്കും വേണമെന്ന് പറയാൻ പറ്റുമോ എന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. വേതന ഏകീകരണം എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല എന്ന് ഹേമ കമ്മിറ്റി ചോദിച്ചതായുള്ള പരാമർശത്തെക്കുറിച്ചാണ് ജയൻ ചേർത്തല സാർ ഈ അഭിപ്രായം പറഞ്ഞത്. ലൈറ്റ് ബോയ്ക്കും മറ്റ് ജൂനിയർ ആർട്ടിസ്റ്റുമാർക്കും കൊടുക്കുന്ന ശമ്പളം ചിലപ്പോൾ 350-500 രൂപയായിരിക്കും. മോഹൻലാലിന് കൊടുക്കുന്ന കോടികളുടെ പ്രതിഫലം തന്നെ ഇവർക്കൊക്കെ എങ്ങനെ കൊടുക്കാൻ കഴിയും എന്നാണ് ഈ വിദ്വാൻ ഒരു പരിഹാസ ചിരിയോടെ ചോദിക്കുന്നത്. സാമാന്യ വിവരം പോലും ഇല്ലാത്തതിൻ്റെ ഫലമാണ് ഇത്തരം അഭിപ്രായങ്ങൾ. ജയൻ പറയുന്നത് ഇതൊരു കച്ചവട മേഖലയാണ്, താരമൂല്യം പ്രധാനമാണ്. ഈ ഹേമ മാഡം അന്വേഷിച്ചപ്പോൾ സിനിമയിൽ ജോലി ചെയ്യുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് മോഹൻലാലിനെ പോലെ കോടികൾ കിട്ടുന്നില്ല. ഒരു സോഷ്യലിസ്റ്റ് മനോഭാവത്തോടെ ആയിരിക്കും അവർ ഈ വിഷയം നോക്കിക്കണ്ടത്. അതുകൊണ്ടാണ് ഒരേ ശമ്പളം എന്ന ആശയത്തെക്കുറിച്ച് പറയുന്നത്. പവർ ഗ്രൂപ്പ് എന്നതൊക്കെ അവരുടെ തോന്നലുകളാണ് എന്നും ജയൻ സാർ പറയുന്നുണ്ട്. ജയൻ ചേർത്തല അറിയേണ്ട ചില പ്രധാന കാര്യങ്ങളുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ബാത്റൂം സൗകര്യങ്ങൾ പോലും ഇല്ലാത്തതിനെ, അവർ അനുഭവിക്കുന്ന ഭക്ഷണത്തിലെ വേർതിരിവിനെ, അവരെ കൊണ്ട് 10-12 മണിക്കൂർ വരെ പണിയെടുപ്പിച്ചിട്ട് നക്കാപ്പിച്ച കൊടുത്ത് വിടുന്നതിനെക്കുറിച്ച്, ഇതൊക്കെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത്. അമ്മ എന്ന നടന്മാരുടെ സംഘടനയുടെ ഭാരവാഹിയായ ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണെന്ന് പറയുന്ന ഈ ഇടതുപക്ഷക്കാരനായ നടൻ ചിരിച്ചുകൊണ്ടാണ് 350-500 ഒക്കെയുള്ള ശമ്പളത്തെക്കുറിച്ച് വളരെ ലാഘവത്തോടെ പറയുന്നത്. ഈ സംസ്ഥാനത്തെ ഏറ്റവും കുറഞ്ഞ ദിവസവേതനം 850 രൂപയാണ്. അതുകൊണ്ടാണ് അന്യ സംസ്ഥാനത്ത് നിന്നും ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നത്. അപ്പോഴാണ് നിങ്ങളൊക്കെ 10-15 മണിക്കൂർ പണിയെടുപ്പിച്ചിട്ട് ഈ പറയുന്ന ചെറിയ പൈസ അവർക്ക് കൊടുക്കുന്നത്. ഏകീകരിച്ച വേതനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് തുല്യ പരിഗണന, മാനുഷികത, ആത്മാഭിമാനത്തോടെ ജോലി ചെയ്യാനുള്ള സാഹചര്യം എന്നതൊക്കെയാണ്. അതായത് ഒരു ഡോക്ടറുടെ ശമ്പളം അവിടുത്തെ സ്വീപ്പർക്ക് കൊടുക്കണം എന്നല്ല, മറ്റുള്ള ഇടങ്ങളിൽ അതേ വിഭാഗത്തിൽ കിട്ടുന്ന ശമ്പളം അവർക്കും കൊടുക്കണം. ആ സ്വീപ്പറെ രാത്രിയിൽ ഡോക്ടർ കയറി പിടിച്ചാൽ കരണക്കുറ്റി പുകയും എന്ന തിരിച്ചറിവ് ആ ഡോക്ടർക്ക് ഉണ്ടാവുകയും വേണം. ജോലിസ്ഥലത്തെ തുല്യനീതി അതാണ്. ഇടവേള ബാബു സാർ സംഘടനയിൽ നിന്നും പോയതിന് ശേഷം പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയാൻ പറ്റിയ ആളെ തന്നെ അമ്മ സംഘടനയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അതിലവർക്ക് അഭിമാനിക്കുകയും ചെയ്യാം. ഇന്നലെ ഇദ്ദേഹം പറഞ്ഞതെല്ലാം ആരെയൊക്കെയോ രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു. പ്രസിഡന്റ് ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തെയും ന്യായീകരിക്കാനാണ് വൈസ് പ്രസിഡന്റ് നോക്കിയത്. ഇത്തരം വിഡ്ഢികളെ ക്യാമറയുടെ മുന്നിലേക്ക് പറഞ്ഞു വിടുമ്പോൾ കുറച്ചുകൂടെ ട്രെയിനിങ് കൊടുക്കാൻ മോഹൻലാലും സിദ്ദിഖുമൊക്കെ ശ്രമിക്കണമായിരുന്നു. പിന്നെ താങ്കളുടെ ഭാര്യ പോലും താങ്കൾ അഭിനയിച്ച സിനിമ കാണുന്നില്ലെങ്കിൽ തീർച്ചയായും താങ്കളുടെ അഭിനയത്തിന് എന്തോ കുഴപ്പമുണ്ട്. പാവങ്ങളെ കൊണ്ട് 350 രൂപക്ക് പണിയെടുപ്പിച്ചിട്ട് രാത്രി വാതിൽ ചവിട്ടിപ്പൊളിക്കുന്ന തമ്പുരാക്കന്മാരുടെ മുഖംമൂടികൾ അഴിച്ചു മാറ്റപ്പെടാൻ സമയമായി. അതിനിത്തരം വിടുവേല ചെയ്തുകൊണ്ടൊന്നും യാതൊരു കാര്യവുമില്ല. ഇപ്പോഴും എപ്പോഴും അമ്മ എന്ന സംഘടന സൂപ്പറാണെന്ന് വിളിച്ചു പറയാനല്ലാതെ വസ്തുനിഷ്ഠമായി എന്തെങ്കിലും പറയാൻ ഇവർക്കൊന്നും കഴിയില്ല. അതാണ് സത്യം.